കൊളോയിഡ്സിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അതിൽ ഒന്നാമത്തെയാണ് കെമിക്കൽ മെത്തേഡ്. കെമിക്കൽ മെത്തേഡ് വഴി നമുക്ക് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊളോയിഡൽ സൊല്യൂഷൻ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ ലൈക്ക് ഡബിൾ ഡീകമ്പോസിഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ ആൻഡ് ഹൈഡ്രോളിസിസ്. അപ്പം കെമിക്കൽ മെത്തേഡിൽ നമുക്ക് 4 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. 1 ഡബിൾ ഡീകമ്പോസിഷൻ, 2 ഓക്സിഡേഷൻ, 3 റിഡക്ഷൻ, 4 ഹൈഡ്രോളിസിസ്. അപ്പം ഡബിൾ ഡീകമ്പോസിഷൻ വഴി പ്രിപ്പയർ ചെയ്യുന്നത് ആഴ്സീനിയം സൾഫൈഡ് സോളൊക്കെയാണ്. അപ്പോൾ ആഴ്സീനിയം സൾഫൈഡ് എന്ന് പറയുന്ന കൊളോയിഡൽ സോൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ വഴിയാണ്. എന്താണിതെന്ന് നോക്കാം. എ കൊളോയിഡൽ സോൾ ഓഫ് ആഴ്സീനിയം സൾഫൈഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പാസിംഗ് ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ ടു എ സൊല്യൂഷൻ ഓഫ് ആഴ്സീനിയസ് ഓക്സൈഡ് ഇൻ വാട്ടർ. ആ ഇക്വേഷൻ തന്നെ മനസ്സിലാക്കാമല്ലോ. ആഴ്സനിക് ഓക്സൈഡ് അല്ലെ ആഴ്സീനിയസ് ഓക്സൈഡിനകത്തോട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? ആഴ്സനിക് സൾഫൈഡ് കിട്ടും. രണ്ടാമത്തെ ഓക്സിഡേഷൻ വഴി നമുക്ക് കിട്ടുന്നത് ഏത് സോളാണ്? സൾഫർ സോളാണ്. എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് സൾഫർ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ പാസിംഗ് ഹൈഡ്രജൻ സൾഫൈഡ് ഇൻ ടു എ സൊല്യൂഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഇൻ വാട്ടർ ഓർ ത്രൂ ആൻ സൊല്യൂഷൻ ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ നമുക്ക് സൾഫർ സോൾ കിട്ടുന്നത് എങ്ങനെ? സൾഫർ ഡയോക്സൈഡിനകത്തോട്ട് ഹൈഡ്രജൻ സൾഫൈഡ് പാസ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടും? സൾഫർ സോൾ കിട്ടും. ഇനി അടുത്തത് റിഡക്ഷൻ. അടുത്ത മെത്തേഡാണ് റിഡക്ഷൻ. എ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് മെറ്റൽ ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ റെഡ്യൂസിങ് ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ വിത്ത് എ സൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ഇതിനകത്ത് കാണിച്ച എക്സാമ്പിൾ ഗോൾഡിൻ്റെ സോളാണ്. ഏത് മെറ്റലിൻ്റെ സോൾ പ്രിപ്പയർ ചെയ്യണമെങ്കിലും കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് മെറ്റൽ സോൾ, ഏത് മെറ്റലിൻ്റെയും കൊളോയിഡൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ മെറ്റലിൻ്റെ ഒരു സോൾട്ട് എടുക്കുക. അപ്പം ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ റെഡ്യൂസിങ് ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ വിത്ത് എ സൂട്ടബിൾ റെഡ്യൂസിങ് ഏജൻറ്റ്. ഇപ്പോൾ ഗോൾഡ് സോളാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏതാ എടുത്തത്? ഗോൾഡ് ക്ലോറൈഡ്, ഗോൾഡിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു. അതിനെ എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യണം? അതിന് ഈ ഗോൾഡിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ സോൾട്ട് സൊല്യൂഷനെ ഈ ഗോൾഡ് അടങ്ങിയിരിക്കുന്ന സോൾട്ട് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ സോൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പൊതുവേ ഒരു മെറ്റലിനെ നമുക്ക് മെറ്റാലിക് സോൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് മെറ്റൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റിഡക്ഷൻ നടത്തണം. ഏതാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഏത് മെറ്റലാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ മെറ്റലിൻ്റെ ഒരു സോൾട്ട് സൊല്യൂഷൻ എടുക്കണം. ആ സോൾട്ട് സൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സൂട്ടബിളായിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മെറ്റൽസിൻ്റെ കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോളിസിസ്. അടുത്ത മെത്തേഡാണ് ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, റിയാക്ഷൻ വിത്ത് വാട്ടർ. ഹൈഡ്രോളിസിസ് വഴി നമുക്ക് കിട്ടുന്നത് ഏത് സോളാണ്? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളാണ് നമുക്ക് കിട്ടുന്നത്. ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഹൈഡ്രോളിസിസ് ആണ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു പ്രിപ്പയർ ഹൈഡ്രോക്സൈഡ്സ് ആൻഡ് ഓക്സൈഡ്സ് ഓഫ് വീക്ക്ലി അൾട്രാപോസിറ്റീവ് മെറ്റൽ. ഇവിടെ വീക്ക്ലി അൾട്രാപോസിറ്റീവ് മെറ്റൽസിൻ്റെ സോൾസ് പ്രിപ്പറേഷനിലാണ് ഈ ഹൈഡ്രോളിസിസ് ഉപയോഗിക്കുന്നത്. എ റെഡ് സോൾ ഓഫ് ഫെറിക് ഹൈഡ്രോക്സൈഡ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫെറിക് ക്ലോറൈഡ് വിത്ത് ബോയിലിംഗ് വാട്ടർ. ഈ ഫോം ചെയ്ത കൊളോയിഡ് അല്ലെങ്കിൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന് റെഡ് കളറാണ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? ഫെറിക് ക്ലോറൈഡിനെ ബോയിലിംഗ് വാട്ടറിനകത്ത് ഹൈഡ്രോളിസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫെറിക് ക്ലോറൈഡ് റിയാക്ടിങ് വിത്ത് ബോയിലിംഗ് വാട്ടർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫെറിക് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സോള് കിട്ടും. ഈ മെത്തേഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഹൈഡ്രോക്സൈഡ്സോ ആൻഡ് ഓക്സൈഡ്സ് ഓഫ് വീക്ക്ലി അൾട്രാപോസിറ്റീവ് മെറ്റൽസിനാണ് ഹൈഡ്രോളിസിസ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പം 4 മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. കെമിക്കൽ മെത്തേഡിൽ 4 രീതിയിൽ നമുക്ക് സോൾ പ്രിപ്പയർ ചെയ്യാം. ഡബിൾ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആഴ്സനിക് സൾഫൈഡ്, ഓക്സിഡേഷൻ എക്സാമ്പിൾ സൾഫർ സോൾ, പിന്നെ റിഡക്ഷൻ എക്സാമ്പിൾ ഗോൾഡ് സോൾ, ഹൈഡ്രോളിസിസ് എക്സാമ്പിൾ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ.